നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നലെ ഓരോ ഫ്രാഞ്ചൈസികളും അവരുടെ റീടെൻഷൻ റിലീസ് ലിസ്റ്റ് പുറത്തുവിട്ടല്ലോ. അതിന് തൊട്ടു പിന്നാലെ IPL എന്നാണ് താരലേലം നടക്കുന്നത് എന്ന വിവരം അറിയിച്ചിട്ടുണ്ട്. BCCI ഒഫീഷ്യലി അക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ഡിസംബർ 16 ഓപ്ഷൻ നടക്കുക. അബുദാബിയിൽ വെച്ച് ഇത്തിഹാദ് അറീനയിലാണ് ഈ ഒരു ഓപ്ഷൻ. ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞ ഇങ്ങനെയാണ്: ദി IPL പ്ലെയർ ഓപ്ഷൻ വിൽ ടേക്ക് പ്ലേസ് ഓൺ 16th December അറ്റ് ഇത്തിഹാദ് അരീന ഇൻ അബുദാബി എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷിച്ച് തന്നെയാണ് അബുദാബിയിലായിരിക്കും ഇത്തവണത്തെ ഓപ്ഷൻ എന്നുള്ളത് നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിരുന്നതാണ്. തുടർച്ചയായി 3ാമത്തെ വർഷമാണ് ഓപ്ഷൻ ഓവർസീസ് പ്ലേസിൽ നടക്കുന്നത്, ഇന്ത്യക്ക് പുറത്ത് നടക്കുന്നത്. കഴിഞ്ഞ തവണ മെഗാ ഓപ്ഷൻ നടന്ന ജിദ്ദയിലാണ്. അതിനു മുമ്പ് ഓപ്ഷൻ നടന്നത് ദുബായിലായിരുന്നു. ഇപ്പോഴിതാ അബുദാബിയിൽ ഇത്തവണത്തെ ഓപ്ഷൻ നടക്കുന്നു. വിശദമായിട്ടുള്ള വിവരങ്ങൾ ഓരോ ടീമിലും എത്ര രൂപ, എത്ര താരങ്ങളെ വിളിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എത്ര മണി സ്പെൻഡ് ചെയ്തു, എത്ര ബാക്കിയുണ്ട്, എത്ര താരങ്ങളെ മാക്സിമം എല്ലാ ടീമുകൾ കൂടി എടുക്കും, ഇതൊക്കെയാണ് നോക്കുന്നത്. എക്രോസ് ടീംസ് ടോട്ടൽ 173 പ്ലെയേഴ്സിനെയാണ് ഇപ്പോൾ റീറ്റെയിൻ ചെയ്തിരിക്കുന്നത്. 10 ടീമുകൾ കൂടി 173 താരങ്ങളെ റീറ്റെയിൻ ചെയ്തു. അതിൽ 49 ഓവർസീസ് പ്ലെയേഴ്സാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ കമ്പൈൻഡ് പേഴ്സ് 237.55 കോടി അടുത്ത ഓപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും. ഡിസംബർ 16 നടക്കുന്ന ഓപ്ഷനിൽ എല്ലാ ടീമുകൾക്കും കൂടി 237.55 കോടി രൂപ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ടോട്ടൽ 77 പ്ലെയർ സ്ലോട്ടുകളാണുള്ളത്. ഓരോ ടീമുകൾക്ക് എല്ലാവർക്കും കൂടി 77 താരങ്ങൾ മാക്സിമം എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മാക്സിമം ഒരു ടീമിൽ വേണ്ടത് 25 പ്ലെയേഴ്സാണ്. അതിൽ പഞ്ചാബ് കിങ്സ് ആണ് ഏറ്റവും അധികം താരങ്ങളെ റീറ്റെയിൻ ചെയ്ത്. 21 താരങ്ങൾ അവർ റീറ്റെയിൻ ചെയ്തു. അതിൽ അവരാണ് കൂടുതൽ. തൊട്ടു പിന്നിൽ മുംബൈ ഇന്ത്യൻസ് ഉണ്ട്, ഗുജറാത്ത് ടൈറ്റൻസ് ഉണ്ട്. ആ 2 ടീമുകളും 20 താരങ്ങളെയാണ് റീറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഏറ്റവും അധികം തുക പേഴ്സിലുള്ളത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനാണ്. 64.3 കോടിയാണ് അവർക്കുള്ളത്. അതുപോലെ തന്നെ മാക്സിമം 13 സ്ലോട്ടുകൾ അവർക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. 6 ഓവർസീസ് സ്പോട്ടുകളും അവർക്ക് അവൈലബിൾ ആണ്. ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് 2ാം സ്ഥാനത്ത് വരുന്നത്. 43.4 കോടി രൂപയാണ് അവർക്ക് ഇനി പേഴ്സിലുള്ളത്. മാക്സിമം അവർക്ക് 9 സ്ലോട്ടുകൾ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ടീം വൈസ് ബ്രേക്ക് ഡൗൺ ഒന്ന് പരിശോധിക്കുകയാണ്. CSKക്ക് ഇപ്പോൾ നമ്പർ ഓഫ് പ്ലെയേഴ്സ് ഉള്ളത് 16 അതിൽ ഓവർസീസ് പ്ലെയേഴ്സ് 4 ഉണ്ട്. 81.6 കോടി രൂപ അവർ സ്പെൻഡ് ചെയ്തു. ഇനി അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുക 43.4 കോടി രൂപയാണ് അടുത്ത ഓപ്ഷനിൽ ഡിസംബർ 16. ഡെയ്സിക്ക് ഇപ്പോൾ 17 പ്ലെയേഴ്സ് ഉണ്ട്. അതിൽ ഓവർസീസ് പ്ലെയേഴ്സ് 3 പേരുണ്ട്. അവരിപ്പോൾ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് 103.2 കോടിയാണ്. അവർക്ക് ഇനി സ്പെൻഡ് ചെയ്യാൻ പറ്റുക 21.8 കോടിയായിരിക്കും. GTക്ക് 20 താരങ്ങളാണ് ഇപ്പോഴുള്ളത്. റിട്ടേൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ 20 താരങ്ങൾ. 4 ഓവർസീസ് പ്ലെയേഴ്സ് ഉണ്ട്. 112.1 കോടിയാണ് അവർ സ്പെൻഡ് ചെയ്തത്. 12.9 കോടി ഇനി അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. KKRന് 12 താരങ്ങളാണ് ഇപ്പോൾ റിട്ടേൺ ചെയ്തിട്ടുള്ളത്. 2 ഓവർസീസ് പ്ലെയേഴ്സേ ഉള്ളൂ. 60.7 കോടി രൂപ അവരുടെ കയ്യിലുണ്ട്, പേഴ്സിലുണ്ട്. 60.7 കോടി രൂപ അവർ സ്പെൻഡ് ചെയ്തു. പേഴ്സിൽ 64.3 കോടി ഇനി ബാക്കിയുണ്ട്. LSG 19 താരങ്ങളാണ് അവരുടെ റീറ്റൻഷൻ കഴിഞ്ഞപ്പോൾ സ്ക്വാഡിലുള്ളത്. 4 ഓവർസീസ് പ്ലെയേഴ്സ് ഉണ്ട്. 102.05 കോടിയാണ് അവർ ചിലവാക്കിയത്. 22.95 കോടി ഇനി അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. MIക്ക് 20 താരങ്ങളാണ് ഇപ്പോൾ റീറ്റെയിൻ ചെയ്തപ്പോൾ സ്ക്വാഡിലുള്ളത്. 7 ഓവർസീസ് പ്ലെയേഴ്സ് ഉണ്ട്. 122.25 കോടി രൂപ അവർ ചിലവഴിച്ചു. ഇനി ആകെ 2.75 കോടി രൂപയെ അവർക്ക് ഓപ്ഷനിൽ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. PBKS 21 താരങ്ങളാണ് അവരുടെ സ്ക്വാഡിലുള്ളത്. 6 ഓവർസീസ് പ്ലെയേഴ്സ് ഉണ്ട്. 113.5 കോടി രൂപയാണ് അവർ സ്പെൻഡ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇനി അവർക്ക് 11.5 കോടി രൂപ ഓപ്ഷനിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. RCB 17 താരങ്ങളാണ് ഇപ്പോൾ സ്ക്വാഡിലുള്ളത്. 6 ഓവർസീസ് പ്ലെയേഴ്സ് ഉണ്ട്. 108.6 കോടി രൂപയാണ് അവർ സ്പെൻഡ് ചെയ്തത്. 16.4 കോടി രൂപ ഇനി പേഴ്സിൽ ബാക്കിയുണ്ട്, ഓപ്ഷനിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. രാജസ്ഥാൻ റോയൽസ് 16 താരങ്ങളാണ് ഇപ്പോൾ സ്ക്വാഡിലുള്ളത്. 7 ഓവർസീസ് പ്ലെയേഴ്സ് ഉണ്ട്. 108.95 കോടി രൂപയാണ് അവർ ചിലവഴിച്ചത്. 16.05 കോടി രൂപ അവർക്ക് ഓപ്ഷനിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. SRH 15 പ്ലെയേഴ്സാണ് അവരുടെ സ്ക്വാഡിൽ ഇപ്പോഴുള്ളത്. 6 ഓവർസീസ് പ്ലെയേഴ്സ് ഉണ്ട്. 99.5 കോടി രൂപയാണ് ഇപ്പോൾ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്.
ഇനി 25.5 കോടി രൂപ അവർക്ക് ഓപ്ഷനിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടോട്ടൽ 173 താരങ്ങൾ എല്ലാവരും കൂടി റിട്ടേൺ ചെയ്തു. 49 ഓവർസീസ് പ്ലേയേഴ്സ് ഉണ്ട്. 1012.45 കോടി രൂപയാണ് എല്ലാ ടീമുകളും കൂടി സ്പെൻഡ് ചെയ്തത്. ഇനി 237.5 കോടി രൂപ അവർക്ക് ഓപ്ഷനിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇതാണ് എല്ലാ ടീമുകളുടെയും ഒരു മൊത്തം വിവരം ഈ ഓപ്ഷനുമായി ബന്ധപ്പെട്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.